എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. സ്കൂൾ തുറന്ന ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട് മടിയായിരിക്കും. അതുപോലെ തന്നെ അവർ ഉച്ചയ്ക്ക് കൊടുത്തുവിടുന്ന ഭക്ഷണം അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ആ ഒരു സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരൊരു മടി കൂടാതെ സ്കൂളിലേക്ക് പോകുകയും ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടുന്ന ഭക്ഷണം വയറ് നിറയെ വാരി കഴിക്കുന്നതുമാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഗാർലിക് റൈസ് ആണ്. ഈ ഒരു റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് പോലും സമയം ആവശ്യവുമില്ല. നമ്മൾ ഇന്ന് ഈ ഒരു റൈസിനൊപ്പം സൈഡായിട്ട് കൊടുത്തു വിടുന്നത് ചെമ്മീൻ ഫ്രൈ ആണ്. ചെമ്മീൻ ഫ്രൈ ഇല്ലെങ്കിലും ഒരു സാലഡിന്റെയോ ഒരു മുട്ട പൊരിച്ചതിന്റെയോ ഒപ്പം വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഗാർലിക് റൈസ് വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഗാർലിക് റൈസ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1/4 കപ്പ് അരിയാണ് ഞാനിവിടെ എടുക്കുന്നത്. 3 കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനായിട്ട് നമുക്ക് 1 കപ്പ് അളവിൽ മതിയാകും. ഇനി മുതിർന്ന കുട്ടികളാണെങ്കിലോ നമുക്ക് 2 പാത്രത്തിലേ എടുക്കാൻ സാധ്യമാകുള്ളൂ. അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്ക് കുതിർത്തി വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി എന്നെടുത്ത് വെക്കണം. 2 ബോൾ വെളുത്തുള്ളിയാണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. അരി കുതിർത്താൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും അരിയുന്നെടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം കൂടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചു തുടങ്ങിയാൽ നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്തിയെടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അരി പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഇനി വേണ്ടത് 1/2 മുറി നാരങ്ങ നീരാണ്. നാരങ്ങ നീര് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ അരി നല്ലവണ്ണം വെട്ടി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ചെറിയ തീയിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആയ മൂടി തുറന്ന് നല്ലതുപോലെ ഒന്നുകൂടി അടിച്ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഒരു 7 മിനിറ്റ് മാത്രം മതിയാകും. ഇപ്പോൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും നമ്മൾ വേവിച്ച ചോറൊന്ന് ഊറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ ഞാൻ ഇതുപോലെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി റൈസ് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമുക്കിതിലേക്ക് ആവശ്യമായ മറ്റുള്ള ചേരുവകൾ ചേർക്കേണ്ടതും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനായിട്ട് തലേ ദിവസം തന്നെ റൈസ് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. തണുത്ത ചോറ് വെച്ച് ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്ഷൻ നമ്മുടെ റൈസിന് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ റൈസ് നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ഗാർലിക് റൈസ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് 1.5 സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 2 ബോൾ വെളുത്തുള്ളി പൊടിയായി കട്ട് ചെയ്തതാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ല പോലെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം. വഴറ്റുന്ന വെളുത്തുള്ളി നല്ല പോലെ മുരിഞ്ഞു കിട്ടണം. അപ്പോഴാണ് നമ്മുടെ റൈസിന് നല്ല സ്വാദം കിട്ടുന്നത്. വെളുത്തുള്ളി നല്ലതുപോലെ മുരിഞ്ഞു കിട്ടിയാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചതച്ച മുളക് കൂടി ചേർത്ത് ഒന്നുകൂടെ മുരിയിച്ചെടുക്കാം. ചതച്ച മുളകും ചേർത്ത് നല്ലതുപോലെ മുരിയിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് റൈസ് ചേർക്കാം. നല്ലതുപോലെ ചൂടാറി തണുത്ത് വന്നിട്ടുള്ള റൈസ് ഇതേ ഒരു രീതിയിലാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. കൈകൊണ്ട് വാരിയിട്ട് കൊടുക്കുമ്പോൾ ഒന്നിലൊന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലായിരിക്കണം റൈസ് വേവിച്ചെടുക്കേണ്ടതും. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. വെളുത്തുള്ളിയുടെ ഫ്ലേവർ റൈസിലേക്ക് നല്ല പോലെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. അതുവരെയാണ് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതും. നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കണം. ഇനി ചെറിയ തീയിലിരുന്നു കൊണ്ട് 2 മിനിറ്റ് നേരം നല്ല പോലെ ഫ്ലേവർ ഒക്കെ പിടിച്ച് നമ്മുടെ റൈസ് ഒന്ന് പാകമായി കിട്ടട്ടെ. വീണ്ടും മൂടി തുറന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സീക്രട്ട് കൂടെ ചേർക്കാം. 1 നുള്ളു പഞ്ചസാരയാണ്. ഇതുപോലുള്ള റൈസൊക്കെ വേവിക്കുമ്പോൾ ഇതിലേക്ക് 1 നുള്ളു പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ റൈസിന് നല്ല സ്വാദ് കൂട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള ഗാർലിക് റൈസ് ഇവിടെ റെഡിയാണ്. ഇനി ചൂടോടുകൂടി തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാവുന്നതുമാണ്. അപ്പോൾ എന്തെളുപ്പത്തിലാണ് നമുക്കിതുപോലുള്ള റൈസുകളൊക്കെ തയ്യാറാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു കാലത്ത് ചോറിനോട് ഒട്ടും താല്പര്യമില്ലാത്ത കുട്ടികൾ ഇതേ രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. ഞാനിന്നിവിടെ എടുത്തിട്ടുള്ള റൈസ് സെല്ല ബസ്മതിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികളുടെ പാത്രത്തിലേക്ക് വിളമ്പുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇതുപോലൊരു റൈസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.